ഹലോ, നമ്മുടെ മുടിയിലുണ്ടാകുന്ന ഫ്രിസിനെസ് മാറ്റാനും അതുപോലെ ഡ്രൈനെസ് മാറ്റാനും സ്പ്ലിറ്റൻസ് വരാതിരിക്കാനൊക്കെ പുറത്തുനിന്നൊക്കെ ഹെയർ സെറംസ് വാങ്ങിച്ച് യൂസ് ചെയ്യുന്നവരില്ലേ നമ്മളെല്ലാവരും. അപ്പോൾ ഇനി തൊട്ട് പുറത്തുനിന്നൊന്നും വാങ്ങിക്കുന്ന പകരം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് നല്ല അടിപൊളി ഹെയർ സെറം ഉണ്ടാക്കിയെടുക്കാവേ. നമ്മുടെ ഫ്രിസിനെസ്സും സ്പ്ലിറ്റൻസും ഒക്കെ മാറ്റി നല്ല മുടി നല്ല സ്മൂത്തും ഷൈനും ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിക്ക് നമ്മുടെ മുടിയെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഹെയർ സെറമാണ് കേട്ടോ. അതിന് അധികം ഒന്നും വേണ്ട, 2 സാധനങ്ങൾ കൊണ്ട് മാത്രം നമുക്ക് ഈ ഹെയർ സെറം ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നൊരു ഹെയർ സെറമാണ് കേട്ടോ. എൻ്റെ മുടിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഷൈനും സ്മൂത്തൻസും ഒക്കെ തരാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ഹെയർ സെറമാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടുന്ന കറ്റാർവാഴയാണ് കേട്ടോ. ഞാനിവിടെ ഒരു വലിയ തണ്ട് കറ്റാർവാഴ എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് അതിൻ്റെ 2 സൈഡും ചെത്തി അത് 2ആയിട്ട് മുറിച്ച് അതിൻ്റെ ആ ഒരു മുള്ളൊക്കെ കളഞ്ഞിട്ട് നമുക്ക് വെള്ളത്തിലിട്ട് ജസ്റ്റ് അതിൻ്റെ ഒരു കറ പോകാൻ വേണ്ടി ഇടാം കേട്ടോ. നിങ്ങൾക്ക് അപ്പോൾ എത്രയാണോ വേണ്ടത് അതനുസരിച്ച് നിങ്ങൾ കറ്റാർവാഴ എടുക്കുക. അപ്പം വെള്ളത്തിലൊരു 10 മിനിറ്റ് ഇട്ട് നമുക്ക് അതിൻ്റെ മഞ്ഞ കറ പോകുന്ന വരെ ഇട്ടിട്ട് പതുക്കെ അതെടുത്ത് അത് 2ആയിട്ട് കീറി അതിൻ്റെ ആ ഒരു തോടൊക്കെ കളഞ്ഞിട്ട് ജെല്ല് മാത്രമായിട്ട് എടുക്കാവേ. ഞാനിവിടെ പിച്ചാത്തി വെച്ച് ജസ്റ്റ് ഇങ്ങനെ പോറിയിട്ട് പിന്നെ സ്പൂൺ വെച്ച് ചുരണ്ടി എടുക്കുകയാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം, പിച്ചാത്തി വെച്ച് സ്പൂൺ വെച്ചോ ചീപ്പ് വെച്ചോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം, അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ. എന്നിട്ട് പിന്നെ നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അതിന് നമ്മുടെ കറ്റാർവാഴ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് അരയ്ക്കാതെയും നമ്മുടെ ചീപ്പ് വെച്ച് ചീപ്പിയും അങ്ങനെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതല്ലാതെ നമ്മൾ എടുത്തതാണ്, അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ അരച്ചെടുത്ത കറ്റാർവാഴ നമുക്കൊരു ഗ്ലാസ്സിലോട്ട് മാറ്റാവേ. ഈ ഗ്ലാസ്സിൽ എത്ര അളവ് കറ്റാർവാഴയുണ്ടോ ആ ഒരു അളവിലായിരിക്കണം നമ്മൾ വെളിച്ചെണ്ണയും എടുക്കേണ്ടത് കേട്ടോ. അത്രയും മാത്രം എടുത്താൽ മതി. കറ്റാർവാഴയും വെളിച്ചെണ്ണ ഒരേ അളവിൽ എടുക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരു അളവിലായിട്ടോ നമുക്ക് കറ്റാർവാഴ ജെല്ല് കിട്ടിയിട്ടുള്ളത്. അത് കാണാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ ഈ ഒരു അളവിലായിട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് ഈ ഒരു ഗ്ലാസിൻ്റെ ഈ ഒരു ഇത്രയും ഭാഗം മാത്രം, ഒരു പകുതി മാത്രമേ നമ്മൾ ജെല്ലെടുത്തിട്ടുള്ളൂ. അതെല്ലാം നമുക്ക് ആവശ്യത്തിന് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരു കുറച്ച് മാത്രമേ ഇത് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഇത്രയും അളവ് തന്നെ നമുക്ക് നമ്മുടെ വെളിച്ചെണ്ണയും കൂടെ എടുക്കാം. അപ്പോൾ നമ്മൾ ഒരു ചീനിച്ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ട് അതിലോട്ട് നമ്മുടെ ഇത്രയാട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ള ആലോവേറയുടെ ആ ഒരു ജെല്ല്. അപ്പോൾ അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് ഇത്രയും തന്നെ നമ്മൾ എത്ര ആലോവേറയുടെ ജെല്ല് എത്രയാണോ എടുത്തിട്ടുള്ളത് അത്ര അളവിൽ തന്നെ നമുക്ക് വെളിച്ചെണ്ണ എടുക്കാവേ. അത്രയും അളവിൽ തന്നെ ഒരു പകുതി ഗ്ലാസ് വെളിച്ചെണ്ണ ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരേപോലെ അതിൻ്റെ ആ ഒരു ഇത് നമ്മുടെ എണ്ണയും അലോവേരയും കൂടെ ഒന്ന് യോജിക്കുന്നത് വരെ നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ചെറിയ തീയിലിട്ടാൽ മതിയേ. നമ്മളെപ്പോഴും തീ സ്ലിമ്മിലിട്ടിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇത് ചൂടായിട്ട് നമ്മുടെ ആലോവേറ മൊത്തം കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മളിതൊന്ന് ചൂടാക്കിയെടുക്കാൻ, നല്ലവണ്ണം തിളപ്പിച്ച് എടുക്കാനായിട്ട്. നമ്മുടെ ആ ഒരു എണ്ണയുടെയും അതിൻ്റെയൊക്കെ ഒരു കളറ് മാറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബ്രൗൺ കളറിലാവുമ്പോഴാണ് കേട്ടോ നമുക്കിത് ആയി വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്രൗൺ കളർ ആകും ഇതിൻ്റെ അകത്തുള്ള കറ്റാർവാഴയുടെ ആ ഇതൊക്കെ. അപ്പോൾ അത് കുറച്ചുകൂടെ ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്കിത് മാറ്റാം കേട്ടോ. അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തീ എപ്പോഴും സ്ലിമ്മിൽ മാത്രം ഇട്ട് ചെയ്യുക. കാരണം ഇത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നുവെച്ചാൽ ഇത് എണ്ണയും പിന്നെ വാട്ടർ കൺസിസ്റ്റൻസും അല്ലേ ഉണ്ട് അത് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇത് നമുക്ക് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ തീ കുറച്ചിട്ടിട്ട് മാത്രം ഇത് ചെയ്യാൻ ശ്രമിക്കുക, അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നല്ലൊരു ബ്രൗൺ കളറിലോട്ട് ആയി വരും കേട്ടോ ഇത്. എന്നിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു സെറം ആകുന്ന ഒരു ടൈമാണ് കേട്ടോ. അപ്പോൾ അതുവരേക്കും നമുക്കൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാവേ. ഇതിപ്പോൾ ആ ഒരു കറക്റ്റ് പരുവത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതങ്ങോട്ട് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഈ തിളപ്പിച്ച് വെച്ചേക്കുന്ന നമ്മുടെ എണ്ണയുടെ ചൂടൊന്ന് ആറിട്ട് കേട്ടോ. അതിന് ശേഷം നമുക്കൊരു ചെറിയ ബോട്ടിലോട്ട് അത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കിതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം.
ഇനി നമുക്കതൊരു ഗ്ലാസ് ബോട്ടിലോട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചിട്ട് പിന്നെയാണ് ഒരു ഗ്ലാസ് ബോട്ടിലോട്ട് മാറ്റുന്നത്. കാരണം എനിക്ക് ഒഴിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്ലാസിൻ്റെ ബോട്ടിലോ അല്ലെങ്കിൽ ഏത് ബോട്ടിലായാലും അത് എടുത്താൽ മതി. ഏതാണെന്ന് വെച്ചാൽ അത് എടുത്താൽ മതി കേട്ടോ. അതിലോട്ട് നമുക്ക് ഫില്ല് ചെയ്ത് ഹെയർ സെറം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒന്ന് മുടിയിലോട്ട് തൂത്ത് നോക്കാം കേട്ടോ, എങ്ങനെയുണ്ട് അതിൻ്റെ അകത്തുനിന്ന്. ഇപ്പോൾ തന്നെ നല്ലൊരു തിളക്കം വന്നിട്ടുണ്ട് മുടിയിൽ. നമ്മുടെ ഹെയർ സെറം അപ്ലൈ ചെയ്തതിന് ശേഷം നല്ല ഒരു ഷൈനും സ്മൂത്തും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ മുടി. ഒറ്റ യൂസിൽ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു വ്യത്യാസം അറിയാൻ പറ്റും കേട്ടോ. എപ്പോഴും നമ്മുടെ നോർമൽ സെറം യൂസ് ചെയ്യുന്ന കണക്ക് തന്നെ നമ്മുടെ ഹെയറിൽ മാത്രം ഇത് അപ്ലൈ ചെയ്യുക. തലയോട്ടിയിലൊന്നും തേക്കാതിരിക്കുക, സ്കാൽപ്പിലൊന്നും തേക്കാതിരിക്കുക. നമ്മുടെ ഹെയറിൻ്റെ ലെന്തിൽ മാത്രം, അതായത് നമ്മുടെ ഫുൾ ഹെയറിൽ മാത്രം ഇത് തേക്കുക. നല്ല ഒരു റിസൾട്ടാട്ടോ നമുക്ക് കിട്ടുന്നത്. നമ്മളിപ്പം പുറത്ത് പോകുന്ന ടൈമിൽ, അതെല്ലാം നമ്മൾ രാവിലെ എണീക്കുമ്പോൾ, രാത്രി കിടക്കുമ്പോൾ ഒക്കെ നമുക്കിത് തേച്ചിട്ട് എടുക്കാം കേട്ടോ. അടിപൊളി റിസൾട്ടാണ്. എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു ബോട്ടിൽ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനേ ഉള്ളൂ കേട്ടോ. ഇങ്ങനത്തെ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലോ അതല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഹാൻഡ് വാഷിൻ്റെ ബോട്ടിൽ, സ്പ്രേ ബോട്ടിലോ ഒക്കെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. ഇത് നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കണം. നമ്മൾ സാധാരണ സെറം ഒക്കെ എങ്ങനെയാണോ നമ്മൾ വെക്കുന്നത്, പുറത്ത് വെക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ പുറത്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ. നല്ലൊരു സെറമാണ്. ഞാൻ ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് നല്ലൊരു റിസൾട്ട് തന്നിട്ടുള്ള സെറമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കും. അധികം സാധനങ്ങളൊന്നും ഇതിന് വേണ്ട. 2 സാധനങ്ങൾ മാത്രം മതി കേട്ടോ. നമ്മുടെ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ അലോവേറയും. നമ്മുടെ മുടിക്ക് എത്രത്തോളം നമുക്കിത് വേണം, എത്രത്തോളം സ്റ്റോർ ചെയ്ത് വെക്കണം, അതനുസരിച്ച് മാത്രം നമ്മൾ അലോവേറ ആയാലും ഓയിലായാലും നമ്മൾ എടുത്താൽ മതി. ഇപ്പം എനിക്ക് ഓൾറെഡി വേറെ ഇരിപ്പുണ്ട് കുറച്ച്, അതുകൊണ്ടാണ് ഞാൻ 1/2 ഗ്ലാസ് മാത്രം അലോവേറയും വെളിച്ചെണ്ണയും എടുത്തത്. ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഞാൻ അത്രയും എടുത്തത്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ഒക്കെ ഉണ്ടാക്കി വെച്ചേന്, കാരണം ഓൾറെഡി എൻ്റെ വേറെ ഇരിപ്പുണ്ട്, അതുകൊണ്ടാട്ടോ ഞാൻ ചെയ്യാനത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ഹെയർ സെറം തന്നെ കേട്ടോ. നമുക്ക് പുറത്തുനിന്ന് ഒന്നും ഇനി വാങ്ങിക്കാൻ നിൽക്കണ്ട. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള 2 സാധനങ്ങൾ കൊണ്ട് മാത്രം നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ മുടിക്ക് നല്ലൊരു ഷൈനും നല്ലൊരു സ്മൂത്ത്നെസ്സും ഒക്കെ നമ്മുടെ മുടിക്ക് തരും. നമ്മുടെ മുടിയിൽ ഫ്രിസ്നെസ്സൊക്കെ ഒഴിവാക്കി, ബ്രേക്കേജ് ഒഴിവാക്കി, ഡ്രൈനെസ് ഒക്കെ ഒഴിവാക്കി നമ്മുടെ മുടിക്ക് നല്ലൊരു സൂപ്പർ ഷൈൻ തരുന്ന ഒരു സൂപ്പർ നാച്ചുറൽ ഹെയർ സെറമാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമൻസിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.